മലർവാടി വിജ്ഞാനോത്സവം ഗ്രാൻഡ് ഫിനാലെ ലിറ്റിൽ സ്കോളറിന്റെ ഫൈനൽ മത്സരങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 3 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നും GCCയിലെ 4 മേഖലകളിൽ നിന്നും പങ്കെടുത്ത് പടിപടിയായി കയറി വന്ന് പല പ്രാഥമിക മത്സരങ്ങൾ കടന്ന് 2 സെമി ഫൈനലും കടന്ന് അവസാനം 4 ടീമുകളിലായി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അറിവിന്റെ, തിരിച്ചറിവിന്റെ, സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴും മനസ്ഥൈര്യം വിടാതെ തീരുമാനമെടുക്കാനുള്ള കഴിവിന്റെ ഇങ്ങനെ നിരവധി കൊച്ചു രൂപങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അവസാന റൗണ്ടുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ മുന്നിൽ അറിവിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കാൻ പോകുന്ന ഈ 4 ടീമുകളെ നമുക്കെല്ലാവർക്കും ഓൾറെഡി പരിചിതമാണ്. അവരുടെ മുഖങ്ങൾ. ടീം ചന്ദ്രഗിരി കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു. ടീം അഷ്ടമുടി കൊല്ലം ജില്ലയെ റെപ്രസെന്റ് ചെയ്യുന്നു. ടീം കല്ലായി കോഴിക്കോട് നിന്നും വരുന്നു. ടീം നിള മലപ്പുറത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ഫൈനൽ മത്സരത്തിലെ ആദ്യത്തെ റൗണ്ട് ആരംഭിക്കുകയാണ്. ഇത് പൾസ് റൗണ്ടാണ്. പൾസ് റൗണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി സെമി ഫൈനലിൽ ഈ റൗണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു ടീമിന് 4 ചോദ്യങ്ങൾ വീതം, ആകെ 16 ചോദ്യങ്ങളാണ് ഉള്ളത്. ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാസിംഗ് ഇല്ല. 5 പോയിന്റ് ആണ് ശരി ഉത്തരത്തിന് ലഭിക്കുക. ശ്രദ്ധിക്കുക. ടീം ചന്ദ്രഗിരി. ആശാൻ അക്ഷരമൊന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്. പഴഞ്ചൊല്ല് പോലെ പ്രസിദ്ധമായ ഈ വരികൾ ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. റൈറ്റ് ആൻസർ. കുഞ്ചൻ നമ്പ്യാർ. സാധാരണ ഏറ്റവും ലേമാന് പോലും മനസ്സിലാവുന്നതാകണം ഈ കലാരൂപം എന്നൊരു വാശിയിലാണ് അദ്ദേഹം അതിനെ വളരെ ലളിതവൽക്കരിച്ച് ഒരു തുള്ളൽ എന്ന കലാരൂപം ഉണ്ടായത്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം ടീം അഷ്ടമുടിയോടാണ്. ഒരാൾക്ക് സമതല ദർപ്പണത്തിന്റെ മുന്നിൽ തന്റെ മുഴുവൻ ശരീരവും പ്രതിബിംബമായി കാണണമെങ്കിൽ ദർപ്പണത്തിന്റെ കുറഞ്ഞത് എത്ര വലിപ്പം വേണ്ടിവരും? എ, പൊക്കത്തിന് തുല്യമാകണം. പൊക്കത്തിന്റെ ഇരട്ടിയാകണം. പൊക്കത്തിന്റെ പകുതിയാകണം. പൊക്കത്തിന്റെ 4/1 ആകണം. പൊക്കത്തിന്റെ പകുതിയാകണം എന്ന് അഷ്ടമുടി പറയുന്നു. ശരി ഉത്തരമാണ് അഷ്ടമുടി പറഞ്ഞത്. ഗുഡ്. ടീം കല്ലായി. ടൈ ബ്രേക്കറിൽ കൂടെ ഉണ്ടായിരുന്ന ആ ഭാഗ്യദേവത കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു മാവിന്റെ ശിഖരങ്ങളിൽ ഒട്ടേറെ ചെടികൾ പറ്റിയിരുന്ന് വളരുന്നതായി കണ്ടു. മാവ് ഉണങ്ങിയപ്പോൾ അതിൽ പറ്റിപ്പിടിച്ച ഒരു ചെടി ഉണങ്ങി. ഏതാണത്? ഇത്തിൾ, ദാറ്റ് മീൻസ് ഇത്തിക്കണ്ണി, മരവാഴ, കുരുമുളക് ചെടി, പന്നൽ ചെടി. ഇത് 4ഉം ഒരു മാവിൽ ഉണ്ടാകാം. ഇത്തിക്കണ്ണി, മരവാഴ, കുരുമുളക് ചെടി, പന്നൽ ചെടി. ഏത് ചെടിയാണ് മാവുണങ്ങിയപ്പോൾ ഉണങ്ങി പോയത്? ഓപ്ഷൻ ബി, മരവാഴ. ഓപ്ഷൻ ബി, മരവാഴ. തെറ്റാണോ? എ ആണോ? 3 പേരും പറയുന്നു മരവാഴയല്ല, ഇത്തിൾ കണ്ണിയാണെന്ന്. സപ്പോർട്ടിന് വേണ്ടി മാത്രം മറ്റൊന്നിനെ പാരസൈറ്റിക് പ്ലാന്റ് ആണ്. ആശ്രയിച്ചാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് മാവ് ഉണങ്ങിയപ്പോൾ ഈ ചെടിയും പൂർണ്ണമായി ഉണങ്ങിയെന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം ഇത്തിൾ കണ്ണിയാണ്. ആ ദേവത തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്ത് പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. ഡോണ്ട് യു വറി കേട്ടോ. തിരിച്ചു വരും. ടീം നിള. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി? സോനായ് നദി, ഇറിൻ നദി, കോസി, ഷിയോനാഥ്. ഛത്തീസ്ഗഡിലെ ഷിയോനാഥ്. സോനായ് നദി, ഇറിൻ നദി, കോസി, ഷിയോനാഥ്, ഛത്തീസ്ഗഡ്. ഇതിൽ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി? ഓപ്ഷൻ എ, സോനായ് നദി. ആണോ? തെറ്റാണ്.
തെറ്റാണ്. ഏതാണ് ശരി ഉത്തരം? ഷിയോനാഥ് നദി ഛത്തീസ്ഗഡ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഓക്കെ, ഷിയോനാഥ് ആണ് ശരി ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം നിളയോട് തന്നെയാണ്. മദ്യപാനികൾ ആടി നടക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അതിന് കാരണം മദ്യം അവരുടെ തലച്ചോറിന്റെ ഡാഷ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്നതുകൊണ്ട്. സെറിബ്രമാണോ, സെറിബല്ലമാണോ, മെഡുല ഒബ്ലാങ്കറ്റ ആണോ, അതോ ഹൈപ്പോതലാമസ് ആണോ? ഓപ്ഷൻ എ സെറിബ്രം. ഓപ്ഷൻ എ സെറിബ്രം എന്നാണ് നിള പറഞ്ഞത്. ഓപ്ഷൻ എ സെറിബ്രം തെറ്റ് ആൻസർ ആണ്. സെറിബെല്ലം എന്ന ഭാഗമാണ് നമ്മളെ ഒരു മദ്യപാനിയെ ആട്ടുന്നത്. ഓക്കെ, ശ്രദ്ധയോടുകൂടി മുന്നേറണം. ടീം കല്ലായി. ലോകത്താദ്യമായി യുദ്ധരംഗത്ത് റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യൻ ഭരണാധികാരി ശിവജി, പൃഥ്വിരാജ് ചൗഹാൻ, ടിപ്പു സുൽത്താൻ, റാണി ലക്ഷ്മി ബായ്. ശ്രദ്ധിച്ചു കേൾക്കുക. ശിവജി, പൃഥ്വിരാജ് ചൗഹാൻ, ടിപ്പു സുൽത്താൻ, റാണി ലക്ഷ്മി ബായ്. ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. റൈറ്റ് ആൻസർ. ടിപ്പു സുൽത്താൻ ആണ് ശരിയായ ഉത്തരം. ഗുഡ്. അഷ്ടമുടി. 2 ഓസ്കാർ നേടിയ ഏക ഇന്ത്യക്കാരൻ, 2 ഓസ്കാർ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ. ബാനു അത്തയ്യ, സത്യജിത് റേ, AR റഹ്മാൻ, റസൂൽ പൂക്കുട്ടി. ഓപ്ഷൻ സി AR റഹ്മാൻ. ഓപ്ഷൻ സി AR റഹ്മാൻ ശരി ഉത്തരമാണ്. AR റഹ്മാൻ. സത്യജിത് റേക്ക് കിട്ടിയിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടി. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം. കബഡിയുടെ ജന്മദേശം കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗോവ. കബഡി ബുദ്ധി. കബഡി ബുദ്ധി ഒരു കബഡി കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ പിടിക്കണോ, തമിഴ്നാടിനെ പിടിക്കണോ, മഹാരാഷ്ട്രയെ പിടിക്കണോ, ഗോവയെ പിടിക്കണോ? കബഡി. കേരളം. ഈ പറഞ്ഞ ഉത്തരം തെറ്റാണ്. കബഡി എന്ന കളിയുടെ ജന്മദേശം തമിഴ്നാട് ആണ്, കേരളം അല്ല. ഓക്കെ, തമിഴ്നാടാണ്. നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം ടീം ചന്ദ്രഗിരിയോട് തന്നെയാണ്. ജ്യാമിതിയെയും ബീജഗണിതത്തെയും സംയോജിപ്പിക്കാൻ ആദ്യമായി ശ്രമിച്ച ഈ ഗണിത ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്ന ഒരു കവി കൂടിയാണ്. അലക്സാണ്ടർ പോപ്പ്, ഉമർ ഖയ്യാം, വേർഡ്സ്വർത്ത്, ഇബ്നു സീന. ബി ഉമർ ഖയ്യാം. റൈറ്റ് ആൻസർ. ബി ഉമർ ഖയ്യാം. അടുത്ത ചോദ്യം ടീം അഷ്ടമുടിയോടാണ്. എക്സിറ്റ് പോൾ എന്നാൽ എന്ത്? രാജ്യത്തിന് പുറത്തുള്ള പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. വോട്ടെടുപ്പിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യ വോട്ടുകൾ ലഭിച്ചാൽ സ്പീക്കർ ചെയ്യുന്ന വോട്ട്. വോട്ട് ചെയ്ത ശേഷം ബൂത്തിൽ നിന്നും പുറത്തു വരുന്നവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഫലം പ്രവചിക്കുന്ന രീതി. വോട്ട് ചെയ്യാനെത്തുന്നവരെ തടഞ്ഞ് അവരുടെ വോട്ടുകൾ പാർട്ടിക്കാർ തന്നെ രേഖപ്പെടുത്തുന്ന രീതി. ഇതിലേതാണ് എക്സിറ്റ് പോൾ എന്നതിന്റെ അർത്ഥം? ഓപ്ഷൻ എ രാജ്യത്തിന് പുറത്തുള്ള പൗരന്മാർ വോട്ട് ചെയ്യും. ഓപ്ഷൻ എ രാജ്യത്തിന് പുറത്ത് ഉള്ള പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തുന്നത്. ആകാംക്ഷഭരിതമായി നിൽക്കുന്നു. ഇവർ പറഞ്ഞ ഉത്തരം രാജ്യത്തിന് പുറത്തുള്ള പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നാണ്. ആ ഉത്തരം തെറ്റാണ്. നടക്കുന്ന ആ ദിവസം ശ്രദ്ധിച്ചാൽ അറിയാം. ഉത്തരം സി ആണ്. വോട്ട് ചെയ്ത ശേഷം ബൂത്തിൽ നിന്നും പുറത്തു വരുന്നവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഫലം പ്രവചിക്കുന്ന രീതി. സോറി അഷ്ടമുടി, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ടീം കലായി തിരിച്ചു വന്നോ പാർട്ടി? എവിടെ പോയി? ഇതാ വന്നിരിക്കുന്നു. ഏഷ്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലേറിയപ്പോൾ EMS ആയിരുന്നുവല്ലോ മുഖ്യമന്ത്രി. ആണോ? ആയിരുന്നുവല്ലോ മുഖ്യമന്ത്രി. EMS മത്സരിച്ച് വിജയിച്ചത് ഏത് മണ്ഡലത്തിൽ നിന്നായിരുന്നു? എ നീലേശ്വരം, ബി കല്യാശ്ശേരി,
സി പെരിന്തൽമണ്ണ, ഡി കണ്ണൂർ. എവിടെ നിന്നാണ് അദ്ദേഹം ജയിച്ച് കയറിയത്? ഓപ്ഷൻ എ നീലേശ്വരം. ഓപ്ഷൻ എ നീലേശ്വരം, റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ നീലേശ്വരം ശരി ഉത്തരം. അടുത്തത് ടീം നിള. വിദ്വാൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കുക. വിദ്വാൻ എന്ന വാക്കിന്റെ അർത്ഥം വിരുദ്ധൻ, തന്ത്രശാലി, സാംസ്കാരിക പ്രവർത്തകൻ, വിദ്യ നേടിയവൻ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ല, തന്ത്രശാലി എന്നല്ല. റോങ് ആൻസർ. അർത്ഥം എന്താണ്? വിദ്യ നേടിയവൻ. നേടിയവൻ എന്നാണ്. വിദ്യ നേടിയവൻ. ടീം കല്ലായിയോടാണ് അടുത്ത ചോദ്യം. 5 പ്രാവശ്യം സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടും അവാർഡ് ലഭിക്കാതെ പോയ ഒരു ഇന്ത്യക്കാരനുണ്ട്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനോ മനുഷ്യാവകാശ പ്രവർത്തകനോ അല്ല എന്ന കാരണം പറഞ്ഞാണ് സമ്മാനം നിഷേധിച്ചത്. ആരാണ് ഈ മഹാൻ? നെഹ്റു, ടാഗോർ, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്? ഗാന്ധിജി. ഗാന്ധിജി ആണോ? കണ്ടോ ആ കൊടഞ്ഞതിന്റെ ഗുണം കണ്ടോ? ശരി ഉത്തരമാണ്, ഗാന്ധിജി. ഗുഡ്. ടീം കല്ലായി. എൻ മഗജെ എന്ന മലയാള കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധിച്ചു കേൾക്കുക. പ്ലാച്ചിമട സമരം, ചെങ്ങറ, എൻഡോസൾഫാൻ, മൂലംപിള്ളി. ഓപ്ഷൻ സി എൻഡോസൾഫാൻ. ഓപ്ഷൻ സി എൻഡോസൾഫാൻ, റൈറ്റ് ആൻസർ. എഴുതിയത് ആരാണെന്നറിയോ? ശ്രീകാസുധൻ മാങ്ങാട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ടീം അഷ്ടമുടി. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയായ JC ഡാനിയൽ പുരസ്കാരത്തിന് 2011 അർഹനായ വ്യക്തി അവാർഡ് പ്രഖ്യാപനത്തിന്റെ പിറ്റേന്ന് മരണപ്പെട്ടു. വില്ലൻ കഥാപാത്രങ്ങൾക്ക് പേരുകേട്ട ഈ നടൻ ആരാണ്? ഗിരീഷ് പുത്തഞ്ചേരി, ജോസ് പ്രകാശ്, നവോദയ അപ്പച്ചൻ, ലോഹിത ദാസ്? ജോസ് പ്രകാശ്. ശരിയാണ്, പ്രശസ്ത നടനായ ജോസ് പ്രകാശ് ആണ് ശരി ഉത്തരം. ഗിരീഷ് പുത്തഞ്ചേരി ഒരു വില്ലനായിരുന്നു. ആയിരുന്നു. ഏതിൽ? ഗാനരചിത രംഗത്തൊരു വില്ലനായിരുന്നു അദ്ദേഹം എന്ന് പറയാം നമുക്ക്. ആ അർത്ഥത്തിൽ എല്ലാവരും വില്ലന്മാരാണ്. പക്ഷെ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശരി, അവസാനത്തെ ചോദ്യം ടീം ചന്ദ്രഗിരിയോട്. താഴെ പറയുന്നവരിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധയായ എഴുത്തുകാരി ആര്? സുഗതകുമാരി, അരുന്ധതി റോയ്, കമല സുരയ്യ, KR മീര? കമല സുരയ്യ, റൈറ്റ് ആൻസർ. 2 ഭാഷയിലും ഈക്വൽ കഴിവോടുകൂടി അല്ലെ, ഈക്വൽ ക്രിയേറ്റിവിറ്റിയോടുകൂടി എഴുതിയ ലോക പ്രശസ്തയായ എഴുത്തുകാരിയാണ് കമല സുരയ്യ. 16 ചോദ്യങ്ങളോടെ പൾസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഓരോ ടീമും എത്ര പോയിന്റ് കരസ്ഥമാക്കി ഫൈനൽ റൗണ്ടിൽ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ലിറ്റിൽ സ്കോളർ. ഒഡീഷയിലെ മാവോയിസ്റ്റുകാർ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത ഒരു പ്രമുഖ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്തായിരുന്നു? വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സ്കോളർ. ആദ്യ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ടീമുകൾ നേടിയ പോയിന്റ്സ് നമുക്ക് നോക്കാം. ടീം നിള 5 പോയിന്റ് നേടിയിരിക്കുന്നു. ടീം കല്ലായിയും അഷ്ടമുടിയും ചന്ദ്രഗിരിയും 15 പോയിന്റുകൾ വീതം കരസ്ഥമാക്കിയിരുന്നു. അടുത്തത് ഒരു സ്നാപ്പ് റൗണ്ടാണ്. സ്നാപ്പ് എന്താ അർത്ഥം? ഫോട്ടോ. സ്നാപ്പ് അല്ലേ? അപ്പോ 6 ചിത്രങ്ങൾ മറച്ച് വച്ചിരിക്കുന്നു. 6 ചിത്രങ്ങൾ സ്നാപ്സ് മറച്ചു വച്ചിരിക്കുന്നു. ആനുകാലിക സംഭവങ്ങളോട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഉണ്ടാകുക. ടീം ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നു. ചിത്രം കാണിച്ചു കഴിഞ്ഞാൽ ക്വിസ് മാസ്റ്റർ ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ അതിന് ഉത്തരം പറയണം. ഓക്കെ? ചന്ദ്രഗിരി പറഞ്ഞോളൂ, ഏത് ചിത്രമാണ് മാറ്റേണ്ടത്? സി എന്ന ചിത്രം
അൺമാസ്ക് ചെയ്യുന്നു. നോക്കുക, ചോദ്യം ഇതാണ്. ഒഡീഷയിലെ മാവോയിസ്റ്റുകാർ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്ത ഒരു പ്രമുഖ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്തായിരുന്നു? പദവിയാണ് പറയേണ്ടത്. ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി എന്തായിരുന്നു? ഡിസ്ട്രിക്ട് കളക്ടർ. ഡിസ്ട്രിക്ട് കളക്ടർ. അദ്ദേഹത്തിന്റെ പേര് അറിയുമോ? എന്താണ്? അലക്സ് പോൾ മേനോൻ. അലക്സ് പോൾ മേനോൻ എന്ന ജില്ലാ കളക്ടർ. റൈറ്റ് ആൻസർ. ടീം അഷ്ടമുടി, ഏത് ചിത്രമാണ് നിങ്ങൾക്ക് അൺമാസ്ക് ചെയ്യേണ്ടത്? ഡി. ഡി. നോക്കിക്കോ, ഡി. ഇത് അമേരിക്കയിലെ ഒരു സമരമുഖത്തു നിന്നും പകർത്തിയ ചിത്രമാണ്. ഈ സമരത്തിന്റെ പേര് എന്താണ്? ഓക്കുപൈ വാൾ സ്ട്രീറ്റ്. ഓക്യുപൈ വാൾ സ്ട്രീറ്റ് സമരം. റൈറ്റ് ആൻസർ. ഗുഡ്. ടീം കല്ലായി, എ എന്ന ചിത്രം നോക്കുക. എ എന്ന ചിത്രം. ഒരു ദക്ഷിണേന്ത്യൻ ഗ്രാമം ഈ സ്ഥാപനത്തിനെതിരെ സമരത്തിലാണ്. ഏതാണ് ഈ സ്ഥാപനം? കൂടംകുളം ആണവ വൈദ്യുതി നിലയം. റൈറ്റ് ആൻസർ. കൂടംകുളം ആണവ നിലയത്തിന്റെ ചിത്രം ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയൊരു സമൂഹം അതിനെതിരെ സമരത്തിലാണ്. നമ്മളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നിള, ഏത് ചിത്രം? ഒരാൾ പറയുന്നു അത്, ഒരാൾ പറയുന്നു ഏതായാലും എന്താ എന്ന്. കം ടു എ ഡിസിഷൻ. കം ഓൺ. ഈ സമീപകാലത്ത് നമ്മുടെ ചില എംപിമാരുടെയും മന്ത്രിമാരുടെയും വാസസ്ഥലമാകാൻ അവസരം ലഭിച്ച കെട്ടിടമാണ്. ഏതാണ് ഈ സ്ഥലം? തിഹാർ ജയിൽ. തീഹാർ ജയിൽ. മന്ത്രിമാരും എംഎൽഎ മാരും കളക്ടർമാരും ഒക്കെ തീഹാർ ജയിലിലാണോ താമസിക്കുന്നത്? ആണോ? അഴിമതിക്കാരായ വീരന്മാരായ പല ആൾക്കാരും തീഹാർ ജയിലിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. റൈറ്റ് ആൻസർ. എല്ലാ ടീമിനും ഈക്വൽ പോയിന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് മൊത്തത്തിൽ എത്ര പോയിന്റ്സ് കിട്ടി എന്ന് നോക്കാം. അതിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക്. നമ്മുടെ ഭരണഘടനയുടെ 21-ാം വകുപ്പ് ഭേദഗതിയിലൂടെ 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? വെൽക്കം ബാക്ക് ടു മലർവാടി ലിറ്റിൽ സ്കോളർ. കഴിഞ്ഞ റൗണ്ടിൽ എല്ലാവരും ഉത്തരം പറഞ്ഞു. എല്ലാവർക്കും തുല്യ മാർക്കുകളാണ് ലഭിച്ചത്. ഇതുവരെയുള്ള റൗണ്ടുകളിൽ നിന്നും നേടിയ പോയിന്റുകൾ നോക്കാം. ടീം ചന്ദ്രഗിരി 25 പോയിന്റ്, ടീം അഷ്ടമുടി 25 പോയിന്റ്, ടീം കല്ലായി എത്രയാ? 25 പോയിന്റ്. ടീം നിള വെറും 10 മാർക്ക് മാത്രം പിറകിൽ 15 പോയിന്റ്. ഓക്കെ, അടുത്തത് സമകാലം. വ്യക്തിഗത ചോദ്യങ്ങൾ 2 വീതം എല്ലാ ടീമുകൾക്കും ലഭിക്കും. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഉത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. ഇനി അഥവാ ഒരു ടീമിനും അറിയില്ലെങ്കിലും അതേ ചോദ്യം പാസ് ചെയ്ത് അടുത്ത ടീമിന് കിട്ടും. അങ്ങനെ വരുന്ന ചോദ്യവും 10 മാർക്ക് തന്നെയാണ് ഉത്തരം കിട്ടുക. പക്ഷെ അതൊരു വ്യക്തിഗത ചോദ്യമായി നമ്മൾ കണക്കാക്കും. കാരണം പലപ്പോഴും ഈ പാസിംഗ് എന്നതിൻ്റെ ഒരു സാമ്പ്രദായിക രീതി നമ്മളിവിടെ മാറ്റാൻ കാരണം അത് പലപ്പോഴും ചില ആൾക്കാരുടെ മിടുക്കിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ ഒരാളുടെ മിടുക്ക് മറ്റൊരാളുടെ പെട്ടെന്ന് ഓർക്കാനുള്ള ഒരു കഴിവില്ലായ്മയൊക്കെ ചവിട്ടി താത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ആ ട്രഡീഷണൽ പാസിംഗ് ഒഴിവാക്കുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ടീം ചന്ദ്രഗിരി. നമ്മുടെ ഭരണഘടനയുടെ 21-ാം വകുപ്പ് ഭേദഗതിയിലൂടെ 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ഓക്കെ, പറഞ്ഞോളൂ. RMS പുതിയ വിദ്യാഭ്യാസ രീതി. SSAക്ക് പകരം RMS പുതിയ വിദ്യാഭ്യാസ രീതി. SSAക്ക് പകരം വന്ന സോറി, അതല്ല. 13 വർഷം വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്ന എന്തായിരിക്കും ആ നിയമത്തിന്റെ പേര്? വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ കുട്ടികൾക്ക് എന്താ കൊടുക്കുന്നത്? വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനുള്ള എന്താണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഈ നിയമത്തിലൂടെ? ഉറക്കെ ഡ്രസ് കൊടുക്കുന്നു. നോക്കൂ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് എന്തായിരിക്കും ആ വാക്ക്? ആ വാക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊടുക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം വ്യക്തമല്ല, അതുകൊണ്ട് മാർക്ക് നൽകാൻ കഴിയില്ല. വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. ചില സൂചനകൾ ഓൾറെഡി നിങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യമാണ് കല്ലായിക്ക് തരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. കേരള സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വിരമിക്കാൻ ആവശ്യമായ പ്രായം എത്ര? 56 വയസ്സ്. 56 വയസ്സ്. റൈറ്റ് ആൻസർ. 56 വയസ്സ്. ഗുഡ്. 4 ടീമുകൾക്കും ഓരോ അവസരം ലഭിച്ചു കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ അവസരം ടീം നിളയിൽ നിന്നും ആരംഭിക്കുന്നു. ഏഷ്യയിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ രൂപകൽപ്പന കേന്ദ്രത്തിന് കേരളത്തിൽ തറക്കല്ലിട്ടു. ഏത് ജില്ലയിലാണ് നിർദ്ദേശ് എന്നു പേരുള്ള ഈ കേന്ദ്രം വരുന്നത്? കോഴിക്കോട്. കോഴിക്കോട് ജില്ല. റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. കല്ലായി, ബാലവേലയ്ക്ക് നിയോഗിക്കപ്പെട്ട കുട്ടികളെ പിടികൂടിയാൽ അവരെ ഏത് കോടതിയിലാണ് ഹാജരാക്കുന്നത്? ജുവനൈൽ കോടതി അല്ല, അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. എന്തായാലും നിങ്ങളുടെ 2 അവസരങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യം ടീം അഷ്ടമുടിയോടാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് PK ജയലക്ഷ്മി. ഇവരുടെ വകുപ്പ് ഏതാണ്? യുവജനക്ഷേമം. സു. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അതിനൊപ്പം ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. ഏതാണ്? പട്ടികവർഗ വകുപ്പ്. റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം ടീം ചന്ദ്രഗിരിയോടാണ്. അവസാനത്തെ ചോദ്യം. മാവോയിസ്റ്റുകളെ നേരിടാൻ ഗവൺമെന്റ് തദ്ദേശവാസികൾക്ക് ആയുധം നൽകി രൂപം കൊടുത്ത സാൽവാജ്ദൂം എന്ന പ്രാദേശിക സായുധ സംഘടന ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ഏത് സംസ്ഥാനത്തിലാണ് സാൽവാജ്ദൂം പ്രവർത്തിച്ചിരുന്നത്? ഛത്തീസ്ഗഡ്. റൈറ്റ് ആൻസർ. ഛത്തീസ്ഗഡ് ആണ് ശരിയുത്തരം. എല്ലാ ടീമുകൾക്കും ഈ 2 ചോദ്യങ്ങൾ വീതം ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് നോക്കാം എത്രയാണ് ഈ റൗണ്ടിൽ ടീമുകൾ സ്കോർ ചെയ്ത മാർക്കുകൾ എന്ന്. ടീം ചന്ദ്രഗിരി 35 പോയിന്റ്, അഷ്ടമുടി 35 പോയിന്റ്, കല്ലായി 35 പോയിന്റ്, ആൻഡ് നിള 25 പോയിന്റ്. ഗഡ്ഗമുയർന്നു, മുസലമുയർന്നു, കാടൊരടർക്കളമായി ഇരുമ്പിരുമ്പിലുരഞ്ഞു, ചുറ്റിലും ഇടിമിന്നലുകൾ ഉയർന്നു. മഹാനായ കവി വയലാറിന്റെ പ്രൊക്രൂസ്റ്റസ് എന്ന കവിതയിലെ വരികളാണ് നിങ്ങൾ ഈ കേട്ടത്. സത്യത്തിൽ ഒരു വലിയ വനാന്തരത്തിൽ ഒരു വലിയ പോർവിളികൾ നടക്കുന്ന ഒരു രംഗത്തിൽ പെട്ടുപോയതുപോലെയാണ് ഈ എപ്പിസോഡിൽ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് തോന്നിയത്. എന്തായാലും ഇതേ ഒരു എനർജി നിങ്ങൾ നിലനിർത്തുക. ഇനിയും നമുക്ക് 3 റൗണ്ടുകൾ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു യുദ്ധത്തിൽ നിങ്ങൾക്കറിയാം, എപ്പോ വേണമെങ്കിൽ അടി തെറ്റി വീഴാം, 2 പേരും വീഴാം, ഒരു വേള 2 പേരും ജയിച്ചേക്കാം, അറിയില്ല. എന്തായാലും ഇനിയും ഈ മത്സരം ഇവിടെ അവസാനിക്കുകയല്ല, തുടരുകയാണ്. പക്ഷേ എപ്പിസോഡ് അവസാനിക്കേണ്ട സമയമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുക. മലർവാടി വിജ്ഞാനോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ലിറ്റിൽ സ്കോളർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.